എനിക്ക് നിങ്ങളോട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാവിയിൽ എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ ഈ നിമിഷം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ രാജ്യം ഒന്ന് സങ്കല്പിക്കാം. പെട്ടെന്ന് ഒരു ദിവസം അവിടുത്തെ ഗവൺമെൻറ് സ്വന്തം ജനങ്ങളെ തെരുവിലിട്ട് കൊല്ലാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? ഏതെങ്കിലും യുദ്ധത്തിലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുമല്ല, വെറുതെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കാം. ഇതിൻ്റെ പേരിൽ ആരും ജയിലിൽ പോകുന്നില്ല, ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. ഗവൺമെൻറ് ആണെങ്കിൽ വെറുതെ ഒരു സോറി പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണിപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഞാനൊന്ന് അത് വിശദമാക്കിയിട്ട് പറയാം. 2026 ജനുവരി മാസമാണ്. റെനെ ഗുഡ് എന്നു പേരുള്ള ഒരു സ്ത്രീ മിനിയാപോളിസിൽ നിൽക്കുകയാണ്. അവിടെ കാര്യങ്ങളൊക്കെ വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു. അവിടുത്തെ ഫെഡറൽ ഏജന്റുമാരെ നിരീക്ഷിക്കുകയാണ്. കയ്യിലുള്ള ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അത്രമാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ഫെഡറൽ ഏജന്റ് അവരുടെ കാറിനടുത്തേക്ക് നടന്നു വരുന്നത്. എന്നിട്ട് അവരെ വെടിവെച്ചു. 3 വെടിയുണ്ടകൾ. അവരവിടെ തന്നെ മരിച്ചു വീണു. അത്ര തന്നെ. എന്തിനാണ് അയാൾ അവരെ കൊന്നത്? ആ ഏജന്റിനെ നോക്കി നിന്നതുകൊണ്ടോ? ആർക്കും അറിയില്ല. അവർ വണ്ടി ഓടിച്ച് അയാളെ കൊല്ലാൻ നോക്കി എന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ വീഡിയോ കണ്ടാൽ സത്യം എല്ലാവർക്കും മനസ്സിലാകും. അവർ വണ്ടി ഓടിച്ച് അയാളുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോവുകയായിരുന്നു. വീഡിയോയിൽ എല്ലാം ക്ലിയറാണ്. ഗവൺമെൻറ് കള്ളം പറയുകയാണ്. പക്ഷേ ആ ഏജൻറ്റോ അയാൾ എപ്പോഴും ജോലിയിലുണ്ട്. കൃത്യമായിട്ടോ ശമ്പളം അയാൾ വാങ്ങി വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ സിറ്റിയിൽ മറ്റൊരു സംഭവം നടന്നു. അലക്സ് പ്രിറ്റി എന്നാണ് അയാളുടെ പേര്. ഒരു നഴ്സാണ്, അമേരിക്കൻ പൗരനാണ്. അയാൾ ഫെഡറൽ ഏജന്റുമാരെ കണ്ടപ്പോൾ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അത്രയും അയാൾ ചെയ്തിട്ടുള്ളൂ. ഉടനെ ഏജന്റുമാർ വന്ന് അയാളെ പിടിച്ചു തള്ളി താഴേക്കിട്ടു. മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. എന്നിട്ട് അയാളെ വെടിവെച്ചു. 10 വെടിയുണ്ടകളാണ് അയാളുടെ ശരീരത്തിൽ അന്ന് തറച്ചത്. അയാൾ അവിടെ മരിച്ചു വീണു. ആ വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം. ഒരു ഏജന്റ് താഴെ കുനിഞ്ഞ് പ്രെറ്റിയുടെ തോക്കെടുത്ത് ദൂരത്തേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും കുറച്ച് പിന്നോട്ട് മാറി നിന്നു. ഒരു 8 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഏജന്റ് ഗൺ എന്ന് അലറാൻ തുടങ്ങി. എന്നിട്ട് അവരയാളെ വെടിവെച്ചു. പക്ഷേ അയാളുടെ തോക്ക് അപ്പോഴേക്കും ഏജന്റുമാർ എടുത്തു മാറ്റിയിരുന്നല്ലോ. കയ്യിലൊരു ആയുധവുമില്ലാത്ത, ഒരു ഭീഷണിയുമല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ് അവർ വെടിവെച്ചു കൊന്നത്. 2 പേര് മരിച്ചു. ആർക്കും ഒരു ശിക്ഷയുമില്ല. വെറുതെ ഒരാൾ മരിക്കുന്നു, അത്ര തന്നെ. ഇനി ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം. സ്റ്റേറ്റ് പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ അവർക്ക് കോടതിയുടെ കൃത്യമായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഫെഡറൽ ഗവൺമെൻറ് അവരെ തടഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ വരാൻ അധികാരമില്ല, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സമ്മതിക്കില്ല എന്ന്. പോലീസിൻ്റെ കയ്യിൽ ഒരു ജഡ്ജി ഒപ്പിട്ട ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫെഡറൽ ഏജന്റുമാർ അത് മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള പൗരമില്ല, നിങ്ങളുടെ കോടതികൾക്ക് ഒരു വിലയുമില്ല എന്നുള്ളത്, നിങ്ങളുടെ സമയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് അവർ പറയുകയാണ്. ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ അധികാരമെന്ന്. ഇപ്പോൾ ഫെഡറൽ ഗവൺമെൻറ്റിന് വലിയ ദേഷ്യമാണ്. കാരണം സ്റ്റേറ്റ് ഉദ്യോഗസ്ഥർ ഇതിനെതിരെ പരാതി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരിപ്പോൾ ഗവർണർക്കും മേയർക്കും സ്റ്റേറ്റ് അറ്റോർണി ജനറലിനുമെതിരെ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം? ഇത് തെറ്റാണ് എന്ന് അവർ ഉറക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. സത്യം പറഞ്ഞതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഗവൺമെൻറ് സ്വന്തം പൗരന്മാരെ കൊല്ലുന്നു, അതിനെതിരെ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെയും തീരുന്നില്ല എന്നുള്ളതാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത സ്റ്റേറ്റുകളെ ഫെഡറൽ ഗവൺമെൻറ് ശിക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ചില കണക്കുകൾ വെച്ചൊന്ന് നോക്കാം. മിനിസോട്ടയിൽ 5.7 മില്യൺ ആളുകളാണ് താമസിക്കുന്നത്. അവിടെ എത്ര ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏകദേശം 80,000 പേര് മാത്രമേ ഉള്ളൂ. അതായത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2% താഴെ. പക്ഷേ ഫെഡറൽ ഗവൺമെൻറ് അങ്ങോട്ടേക്ക് അയച്ചത് 3000 ഏജന്റുമാരെയാണ്. 3000 പേരെ. കുടിയേറ്റക്കാർ അധികമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം മിനിസോട്ട ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരു സ്ഥലമാണ്.
അവിടുത്തെ ഗവർണർ ഡെമോക്രാറ്റാണ്. അവരെ ശിക്ഷിക്കണം, അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇതേ സമയം തന്നെ ഗവൺമെൻറ് വലിയ തോതിൽ പണം വെട്ടിക്കുറക്കുന്നുണ്ട്. $10 ബില്യൺ കാലിഫോർണിയ, കൊളറാഡോ, ഇല്ലിനോയ്സ്, മിനിസോട്ട, ന്യൂയോർക്ക് എന്ന് പറയുന്ന 5 സ്റ്റേറ്റുകളിൽ നിന്ന് പണം കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് $10 ബില്യൺ. ഇതെല്ലാം ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളാണ്. ഈ പണം സാധാരണ എന്തിനാണ് ഉപയോഗിക്കാറുള്ളതെന്ന് അറിയാമോ? പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും ചൈൽഡ് കെയറിനും സാധാരണ കുടുംബങ്ങളെ സഹായിക്കാനും. ഇപ്പോൾ ആ സ്റ്റേറ്റുകൾക്ക് ആ പണം ഇല്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താലെ ആ ഫണ്ട് നിർത്തുകയാണ് ചെയ്തത്. ഇത് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അവർക്ക് കോടതിയെ പുച്ഛമാണ്. ഇപ്പോൾ 14 സ്റ്റേറ്റുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ ശിക്ഷിക്കാൻ വേണ്ടി പണം വെട്ടിക്കുറക്കുന്നു. കുട്ടികൾക്കുള്ള ഭക്ഷണം, ക്ലീൻ എനർജിക്ക് വേണ്ടിയുള്ള ഫണ്ട്, ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്ന സഹായം, ഇതെല്ലാം ഇല്ലാതാക്കിയിരിക്കുകയാണ്. കാരണം അവർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങളൊരു സാങ്ച്വറി സിറ്റി ആണെങ്കിൽ, അതായത് എമിഗ്രേറ്റ്സിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ പണവും ഞങ്ങൾ നിർത്തും. റോഡുകൾ നന്നാക്കാൻ പണം കിട്ടില്ല, സ്കൂളുകൾക്ക് ഫണ്ട് കിട്ടില്ല, ഹോസ്പിറ്റലുകൾക്ക് സഹായം ഉണ്ടാവില്ല. ഇതൊരു റിവെഞ്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തത്, ഗവൺമെൻറ് സ്വന്തം സിറ്റിസൻസിനെ കൊല്ലുന്നു. 2, പരാതി പറയുന്ന ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു. 3, വോട്ട് ചെയ്തില്ല എന്നതിന് സ്റ്റേറ്റുകളെ ശിക്ഷിക്കാൻ പണം വെട്ടിക്കുറക്കുന്നു. 4, നഗരങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെയാണ് റേ ഡാലിയോ എന്ന ഒരാളെക്കുറിച്ച് പറയേണ്ടത്. അദ്ദേഹം ഒരു ബില്യണറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഹിസ്റ്ററി നന്നായി പഠിക്കുന്ന ഒരാൾ കൂടിയാണ്. വലിയ വലിയ എംപയറുകൾ എന്തുകൊണ്ടാണ് തകരുന്നത് എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. റേ ഡാലിയോ ഒരു പ്രധാന കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അമേരിക്ക ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. ഒരു ചെറിയ സ്പാർക്ക് മതി എല്ലാം കത്തിയമരാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത് പറയാൻ ഒരു കാരണവുമുണ്ട്. ഹിസ്റ്ററിയിൽ മുമ്പും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഒരു രാജ്യത്തെ ഗവൺമെൻറ് സ്വന്തം ജനങ്ങൾക്ക് എതിരെ തിരിയുമ്പോൾ, കോടതികൾക്ക് വിലയില്ലാതാകുമ്പോൾ, പണം ഒരു ശിക്ഷയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, സ്വന്തം ജനതയ്ക്ക് നേരെ മിലിറ്ററിയെ ഉപയോഗിക്കുമ്പോൾ, അതാണ് അവസാനം എന്ന് പറയുന്നത്. ആ രാജ്യം അവിടെ തീർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്ക ഇപ്പോൾ സ്റ്റേജ് 6-ലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലാസ്റ്റ് സ്റ്റേജ്, എല്ലാം തകരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? അതിങ്ങനെയാണ്. ആദ്യം ജനങ്ങൾ ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് മരിക്കാൻ തുടങ്ങും. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ പല ഭാഗങ്ങൾ തമ്മിൽ അടി തുടങ്ങും. സ്റ്റേറ്റുകൾ ഫെഡറൽ ഗവൺമെൻറ്റിനോട് തർക്കിക്കും. കോടതികളും പോലീസും തമ്മിൽ പ്രശ്നമായി തുടങ്ങും. മിലിറ്ററിക്ക് ആരെയാണ് അനുസരിക്കേണ്ടതെന്ന് ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല. ഇനി മൂന്നാമതെന്ന് പറയുന്നത്, പണക്കാരൻ വീണ്ടും പണക്കാരനാകും, പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാകും. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും മുകളിലുള്ള 1% ആളുകളുടെ കയ്യിലുള്ള അത്രയും വെൽത്ത് താഴെയുള്ള 90% ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, 100 പേരുടെ കയ്യിൽ 99 മില്യൺ ആളുകളുടെ കയ്യിലുള്ള അത്രയും പണമുണ്ട്. അതാണ് അവസ്ഥ. ഇനി നാലാമത്, ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഗവൺമെൻറ് തന്നെ നിയമം പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിന് നിയമം പാലിക്കണം എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. കോടതി വിധി ആരും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് കോടതിയിൽ പോകണം എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. ഇലക്ഷൻ നടന്നാലും പവർ മാറുന്നില്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം? ഇതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കുമ്പോൾ രാജ്യങ്ങൾ ബ്രേക്ക് ആകും. വളരെ വയലൻ്റ് ആയിട്ട് തന്നെ അത് സംഭവിക്കും. ഇത് വർഷങ്ങൾ കൊണ്ടല്ല, മാസങ്ങൾ കൊണ്ട് തന്നെ നടന്നേക്കാം എന്നാണ് റേ ഡാലിയോ പറയുന്നത്. ചിലപ്പോൾ അതിലും സ്പീഡിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി നോക്കാം. അമേരിക്കയുടെ മണി പ്രോബ്ലം. അമേരിക്കയ്ക്ക് $38 ട്രില്യൺ കടമുണ്ട്. അതായത് 38 കഴിഞ്ഞ് 12 പൂജ്യങ്ങൾ ഇടണം. അത്രയും വലിയ കടം അവർക്കുണ്ട്. ഓരോ ദിവസവും അവർ വീണ്ടും $8 മില്യൺ കടമെടുക്കുന്നുണ്ട്. ഡെപ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതേസമയം തന്നെ പഴയ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് അടക്കാൻ മാത്രം ഗവൺമെൻറ് ഒരു വർഷം $1 ട്രില്യൺ ചിലവാക്കുന്നുണ്ട്. വെറും പലിശ മാത്രം കൊടുക്കാനാണത്. ഒരു പുതിയ കാര്യവും അവരവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. റോഡുകൾ നന്നാക്കുന്നില്ല, ജനങ്ങളെ സഹായിക്കുന്നില്ല, വെറുതെ പഴയ ലോണിൻ്റെ പലിശ അടച്ച് തീർക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ സമയം മറ്റ് രാജ്യങ്ങൾ പുതിയൊരു മണി സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്.
ബ്രിക്സ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അവരൊരു പുതിയ കറൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗോൾഡ് ബാക്കഡ് ആണ്, അതായത് 40% സ്വർണത്തിൻ്റെ സപ്പോർട്ടുള്ള ഒരു സിസ്റ്റം. എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവർക്കിനി അമേരിക്കൻ ഡോളർ വിശ്വാസം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള 90% ട്രേഡും ഇപ്പോൾ നടക്കുന്നത് ഡോളർ ഇല്ലാതെയാണ്. അവർ അമേരിക്കയെ ഒഴിവാക്കിയിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഡോളർ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഡോളറിൻ്റെ വാല്യൂ 3% താഴുമെന്ന് ബാങ്കുകൾ പറയുന്നുണ്ട്. ലോകത്തിൻ്റെ മെയിൻ മണി വീക്കായാൽ ബാക്കിയെല്ലാം വീക്കാകും, അമേരിക്കയും വീക്കാകും. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് തകരുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്, സ്റ്റേറ്റുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, കോടതികൾ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ പണവും വീക്കാകുന്നുണ്ട്. ഒപ്പം ലോകത്തിൽ അമേരിക്കയ്ക്കുള്ള പവറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു മിലിറ്ററി പ്ലാൻ ഉണ്ടാക്കി. അതിൽ ഇന്ത്യയെക്കുറിച്ച് ഒരു വാക്ക് പോലുമില്ല. ക്യാഡ്, അതായത് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക സഖ്യം, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഏഷ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല. സന്ദേശം വളരെ സിമ്പിളാണ്: ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇനി ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ഇരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ലോകത്തോട് മൊത്തം അവർ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വന്തമായി നോക്കിക്കോളാം. അത് വലിയ ഡേഞ്ചറാണ്. കാരണം അമേരിക്ക വേൾഡ് പോലീസ് ആകുന്നത് നിർത്തിയാൽ ആ ഗ്യാപ്പ് ആരാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്? ചൈനയും റഷ്യയുമായിരിക്കും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുന്നത്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോരാടേണ്ടി വരും. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. 2026 നവംബർ 3 അമേരിക്ക പുതിയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇത് വളരെ ക്രൂഷ്യലാണ്. ഒന്നുകിൽ എല്ലാം മാറാം, അല്ലെങ്കിൽ കൂടുതൽ വഷളാകാനും ചാൻസ് ഉണ്ട്. ഡെമോക്രാറ്റിക് ഗവർണർമാർ വലിയ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. വോട്ട് ചെയ്യുന്നത് തടയാൻ ട്രംപ് ഗവൺമെൻറ് മിലിറ്ററിയെ ഉപയോഗിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്. ഇലക്ഷനിൽ ഫെഡറൽ ഗവൺമെൻറ് ഇടപെട്ടേക്കാം എന്നും അവർ ഭയപ്പെടുന്നുണ്ട്. ഇലക്ഷൻ ഫെയർ ആയിട്ട് നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പേടിക്കുന്നത്? കാരണം സ്വന്തം സിറ്റിസൻസിനെ കൊല്ലാൻ മടിയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണിത്. കോടതിയെ പുച്ഛിച്ചും സ്റ്റേറ്റുകളെ ശിക്ഷിച്ചും അവർ ശീലിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇലക്ഷനിൽ കള്ളത്തരം കാണിക്കാൻ അവർ മടിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതാണ് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇലക്ഷനിൽ വിശ്വാസമില്ലാതായാൽ ആ സിസ്റ്റം മൊത്തം തകരാൻ തുടങ്ങും എന്നുള്ളതാണ്. കാരണം ഡെമോക്രസി നിൽക്കുന്നത് ഇലക്ഷൻ സത്യസന്ധമാണെന്നുള്ള വിശ്വാസത്തിലാണ്. ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാൽ അത് സിവിൽ വാറിലേക്കാണ് നയിക്കുക. രാജ്യം മൊത്തം തകരും. ഇനി ശരിക്കുമുള്ള തെരുവിലെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർ ഒരു പുതിയ കാര്യം തുടങ്ങിയിട്ടുണ്ട്. അവർ ലീഗൽ ഒബ്സർവേഴ്സായിട്ട് മാറുകയാണ്. അവർ ലോ പഠിക്കുന്നു. ഫെഡറൽ ഏജന്റുമാർ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഇവരും പോകുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നു, എല്ലാം നോക്കി നിൽക്കുന്നു, വീഡിയോകളെടുത്ത് ലോകത്തെ കാണിക്കുന്നു. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരൊരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഏജന്റുമാരെ കണ്ടാൽ ഉടനെ ഇവർ ഓറഞ്ച് വിസിലുകൾ മുഴക്കും, മറ്റുള്ളവർക്ക് വാണിംഗ് കൊടുക്കും. ഇതൊരു വാച്ച് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇല്ലീഗലായിട്ടൊന്നുമല്ല, വെറുതെ നോക്കി നിൽക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത് എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയുകയാണ്. ചിലര് സ്കൂളുകൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നു, ചിലർ ഹോസ്പിറ്റലുകൾക്ക് മുന്നിലും ചർച്ചുകൾക്ക് മുന്നിലും. നല്ല തണുപ്പത്തൊക്കെ അവർ അവിടെ എങ്ങനെ ഇരിക്കും, വെറുതെ നോക്കി നിൽക്കും, റെക്കോർഡ് ചെയ്യും. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, തല്ലുണ്ടാക്കിയിട്ടല്ല, വെറുതെ നോക്കി നിന്നുകൊണ്ട്. 19 ഡെമോക്രാറ്റിക് ഗവർണർമാർ പരസ്പരം ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്: ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേറ്റുകളെ ഡിഫെൻഡ് ചെയ്യും, ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ലോയേഴ്സിനെ പരസ്പരം വിട്ടു നൽകും, കോടതിയിൽ പൊരുതും. ചിലരൊക്കെ ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സ്വന്തം സ്റ്റേറ്റ് മിലിറ്ററിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതൊന്നും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അമേരിക്ക സാധാരണ ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവർണർമാർ ഒരിക്കലും ഫെഡറൽ ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു നോക്ക്. രാജ്യം പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ സ്റ്റേറ്റുകൾ റെഡ് സ്റ്റേറ്റുകൾക്കെതിരെ, ഫെഡറൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ, റിച്ച് പീപ്പിൾ വേഴ്സസ് പുവർ പീപ്പിൾ. മിലിറ്ററിയെ ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചേക്കാം. ഇലക്ഷൻ ഫെയർ ആകില്ലായിരിക്കാം. കോടതികൾ അവഗണിക്കപ്പെടുന്നു. പണം ഒരു ആയുധമായിട്ട് മാറുകയാണ്. ഇതെല്ലാം കൂടി ഒരേ സമയം വന്നാൽ രാജ്യങ്ങൾ തകരും എന്നുള്ളതാണ്, അല്ലാതെ വേറെ വഴിയില്ല. റേ ഡാലിയോ കഴിഞ്ഞ 500 വർഷത്തെ ഹിസ്റ്ററി പഠിച്ച ഒരാളാണ്. റോം, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ഇവയൊക്കെ അദ്ദേഹം നന്നായി പഠിച്ചതാണ്. ഈ എംപയറുകളൊക്കെ തകരുമ്പോൾ അവിടെയെല്ലാം ഒരേ പാറ്റേൺ ആയിരുന്നു. അമേരിക്ക ഇപ്പോൾ കൃത്യമായിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്യുകയാണ്. ആ പാറ്റേൺ ഒന്ന് നോക്കിയാൽ, ഒന്ന്, ഗവൺമെൻറ് വലിയ ഡെപ്റ്റിലാകും.
അമേരിക്കയ്ക്ക് 38 ട്രില്യൺ കടമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തത് പണക്കാരൻ പണക്കാരനാകും, പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാകും. ഇത് അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. 1% ആളുകളുടെ കയ്യിലാണ് 90% വെൽത്തും എന്ന് പറയുന്നത്. മൂന്നാമത്തത് ജനങ്ങൾക്ക് സിസ്റ്റത്തിലുള്ള ഫെയ്ത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതും സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഗവൺമെന്റിനെ ആർക്കും ഇപ്പോൾ വലിയ വിശ്വാസമില്ല. 4, ഗവൺമെന്റ് ഫോഴ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്, സ്വന്തം ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. 5, ഗവൺമെന്റിന്റെ പല ഭാഗങ്ങൾ തമ്മിൽ തല്ലുന്നു, ഫെഡറൽ വേഴ്സസ് സ്റ്റേറ്റ്, കോടതികൾ അവഗണിക്കപ്പെടുന്നു. 6, എല്ലാം ബ്രേക്ക് ആകുന്നു. ഇനി വരാനിരിക്കുന്നത് ഇതാണ്. ഡാലിയോ പഠിച്ച ഓരോ എംപയറിലും 1 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ 6ാമത്തെ സ്റ്റെപ്പിലും ചെന്നെത്തി എന്നുള്ളതാണ്. അവയെല്ലാം തകരുകയും ചെയ്തു. റോമ തകർന്നു, ബ്രിട്ടന്റെ പവർ പോയി, സോവിയറ്റ് യൂണിയൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി. അമേരിക്ക ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള സ്റ്റെപ്പുകളിലാണ് ഉള്ളത്. അപ്പോൾ അടുത്ത എന്താണെന്ന് ഊഹിക്കാമല്ലോ. ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ ഒരു സിവിൽ വാർ ഉണ്ടാകുമോ, പട്ടാളക്കാർ തമ്മിൽ വെടിവെപ്പുണ്ടാകുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ഇതാണ്. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല അത്. യുദ്ധക്കളത്തിലെ സോൾജേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഫെഡറൽ ഏജന്റുമാർ പൗരന്മാരെ കൊല്ലുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ്. സ്റ്റേറ്റുകൾ ഓർഡർ അനുസരിക്കാൻ റെഡി അല്ലാത്തത് കോൺഫ്ലിക്റ്റ് ആണ്. സ്റ്റേറ്റുകളെ ശിക്ഷിക്കാൻ ഫണ്ട് കട്ട് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഇതിനി വയലന്റ് ആയേക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ ഫൈറ്റ് ആയിട്ട് തുടർന്നേക്കാം. പക്ഷേ അമേരിക്ക ഇപ്പോൾ തന്നെ ഒരു കോൺഫ്ലിക്റ്റിലാണ്, ഒരു കോൾഡ് സിവിൽ വാർ. ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എല്ലാം തകരുന്ന ഒരവസ്ഥ. ഇനി അറിയേണ്ടത് എത്ര വേഗത്തിൽ ഇത് വഷളാകും എന്നുള്ളതാണ്, എത്ര വേഗത്തിൽ ഈ സിസ്റ്റം ഫെയിലാകും എന്നുള്ളതാണ്. നവംബറിലെ ഇലക്ഷൻ നമുക്കത് പറഞ്ഞുതരും. ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടാലേ, ഗവൺമെൻറ് ചീറ്റ് ചെയ്താൽ, ജനങ്ങൾ ആ റിസൾട്ട് അംഗീകരിച്ചില്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ എല്ലാം തകരും. ഇനി ഇലക്ഷൻ ഫെയർ ആണെങ്കിൽ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ തകർച്ചയ്ക്ക് വേഗത കുറഞ്ഞേക്കാം, കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നേക്കാം. പക്ഷേ ആ ഒരു പ്രോബ്ലം അവിടെ തന്നെ ഉണ്ടാകും. 38 ട്രില്യൺ ഡെപ്റ്റ്, 1% ആളുകൾ വെൽത്തിന്റെ പകുതിയും കയ്യിൽ വെക്കുന്നത്, ഫെഡറൽ ഏജന്റുമാർ ജനങ്ങളെ കൊല്ലുന്നത്, കോടതികൾ അവഗണിക്കപ്പെടുന്നത്. ഇതൊന്നും ഒരു ഇലക്ഷൻ നടന്നതുകൊണ്ട് മാത്രം മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനിയുള്ള ടൈം ലൈൻ എന്തായിരിക്കും? റേ ഡാലിയോ പറയുന്നത് മാസങ്ങൾ എന്നാണ്. ചില എക്സ്പേർട്സ് പറയുന്നത് 1-2 വർഷം എടുക്കുമെന്നാണ്. പക്ഷേ അമേരിക്ക സ്റ്റേബിളായി നിൽക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. എത്ര സ്പീഡിൽ ഇത് വീടും, എത്ര വയലൻ്റ് ആയിരിക്കും ഇത് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? എൻ്റെ ഒരു സിമ്പിൾ അഡ്വൈസ് ഇതാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചുറ്റും നോക്കുക, ന്യൂസിനെ മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. പല സ്ഥലത്തു നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളത് നോക്കുക. ഗവൺമെൻറ് 2 പേരെ കൊന്നു എന്നത് ഒരു ഫാക്റ്റാണ്. കോടതികൾ അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു ഫാക്റ്റാണ്. പണം കട്ട് ചെയ്യുന്നു എന്നത് മറ്റൊരു ഫാക്റ്റാണ്. സ്റ്റേറ്റുകൾ അവരെ മിലിറ്ററിയെ റെഡിയാക്കുന്നതും ഫാക്റ്റാണ്. വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. 70 വർഷമായിട്ട് അമേരിക്കയായിരുന്നു എല്ലാം തീരുമാനിച്ചിരുന്നത്. അമേരിക്കയായിരുന്നു സ്റ്റേബിളായിട്ട് ഇരുന്നത്. അത് എൻഡ് ആവുകയാണ്. ഇനി അത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചൈന സ്ട്രോങ് ആയി, ഇന്ത്യ സ്ട്രോങ് ആകുന്നു, റഷ്യ ആക്റ്റീവാണ്, അമേരിക്ക ആകട്ടെ വീക്കാണ്, ഉള്ളിൽ നിന്ന് തകർന്നതുമാണ്. ഇത് എല്ലാവർക്കും ബാധിക്കും. അമേരിക്ക തകർന്നാൽ ഗ്ലോബൽ ട്രേഡ് മൊത്തം തകരും, സപ്ലൈ ചെയിനുകൾ മുറിയും, മണി സിസ്റ്റം ഇൻസ്റ്റേബിൾ ആകും. എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ഹിസ്റ്ററി മാറിക്കൊണ്ടിരിക്കും, എംപയറുകൾ വീഴും, പുതിയ കാര്യങ്ങൾ വരും. ഇതൊന്നും ലോകത്തിൻ്റെ ഒരു അവസാനമേ അല്ല, ഇതൊരു ചേഞ്ചാണ്, വലിയൊരു ചേഞ്ച്. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വെറുമൊരു കഥയല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഇത് ദൂരെയുള്ള ഫ്യൂച്ചർ ഒന്നുമല്ല, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവെയർ ആയിരിക്കുക, കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നോക്കുക. കാരണം അടുത്ത 2 വർഷം അമേരിക്ക എന്താകും എന്ന് തീരുമാനിക്കപ്പെടും.